നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് എന്നോടുകൂടി, സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബലഹീനം പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നവന്നേക്കും ചെറിയപ്പെടുമാറാകണമേ. ആമേൻ. കരുണ്യവാനും മനുഷ്യസ്നേഹമുള്ളവനുമായ ദൈവമായ കർത്താവേ, ജ്ഞാനത്തോടും ഭക്തിയോടും നല്ല ആത്മീയൊരുക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടി തിരുമുമ്പാകെ നിന്നുകൊണ്ട് സ്വരത്താലും ആരാധിക്കപ്പെടേണ്ട നാഥനും സൃഷ്ടാവെന്ന നിലയിൽ പ്രഭുത്വ പരിശുദ്ധാത്മാവാം നിന്നെ ശുശ്രൂഷിക്കുവാൻ എപ്പോഴും എപ്പോഴും നീക്കും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ദൈവമേ, നിന്റെ കൃപയും പ്രാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ഭക്തത്തിൻ പ്രാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ ന്യായത്തൊന്നായി കഴുകി എന്റെ പാപങ്ങൾ നീ വെടിപ്പാക്കണമേ. എന്തെന്നായി ലൈംഗികങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും നേരെയും ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിരുമകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ എന്നെ ഞാൻ അനുഭവിച്ചു, പാപങ്ങൾ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങളെ നീ അറിയിച്ചു. നിന്റെ സോപ്പാടിന്റെ മേൽ തളിക്കണമേ. ഞാൻ വെടിപ്പാകപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. കുറച്ചു മതിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൂടെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. ദൈവമേ, വെടിപ്പുള്ള ദൈവത്തെ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിന്റെ ഉള്ളിൽ പുറത്താക്കണമേ. നിന്റെ തിരുമുമ്പിൽ എന്നെ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിൽ നടക്കുകയും വരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മാത്രം നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരികുകയും ചെയ്യും. ദൈവമായ ദൈവമേ, രക്തത്തെ നിരീക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാവിന് നീതിയെ സ്തുതിക്കും. കർത്താവേ, നിന്നെ തുറക്കണമേ. എന്റെ വായിന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികൾ മനസ്സായില്ല, ഓം ബലികൾ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സ്നേഹനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ നീതിബലികൾ ഹോമബലികൾ നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കരേറും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലേക്കും തന്നെ. ആമേൻ. കരുണയുള്ള ദൈവമേ, നിന്റെ കരുണയാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞാൻ നിന്നെ ഓർത്തു, രാത്രികാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു, നിന്റെ വലുതുക എന്നെ താങ്ങുകയും ചെയ്തു. അവർ വാളിനെ ഏൽപ്പിക്കപ്പെടുകയും കുറഞ്ഞവർക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. ദൈവമേ, സ്വയോഗ്യമാകുന്നു. ും
നൽകുകയോഗ്യത നിൻ സ്തുതി പാടാം. മുന്നം നിന്നാഗമനം ചൊല്ലിയ നന്ദിയോടൊപ്പം നാഥാദേവാ നൽകുകയോഗ്യത നിൻ സ്തുതി പാടാം. ദണ്ഡനപീഡകളേറ്റ സഹതാമൗദ്യാനരുമൊപ്പം നാഥാദേവാ നൽകുകയോഗ്യത നിൻ സ്തുതി പാടാം. മഹിതന്മാർ ബസേലിയോ ഗ്രിഗോറിയോസ് ഇവരൊപ്പം നാഥാദേവാ നൽകുകയോഗ്യത നിൻ സ്തുതി പാടാം. പരുമലമാർ ഗ്രിഗോറിയോസ് ദീവന്നാസ്യോസ് ഇവരൊപ്പം നാഥാദേവാ നൽകുകയോഗ്യത നിൻ സ്തുതി പാടാം. ഉജ്ജ്വല ദീപമെടുത്തോരൻ ജനിമേറിയ നാരികളൊപ്പം നാഥാദേവാ നൽകുകയോഗ്യത നിൻ സ്തുതി പാടാം. വിശ്വാസത്താൽ പറുദീസ നീ അരുളിയ മോഷ്ടാവൊപ്പം നാഥാദേവാ നൽകുകയോഗ്യത നിൻ സ്തുതി പാടാം. പാർക്കുമോ അനവരത സ്തുതി തൽപരരാം അമ്പരദൂതന്മാരൊപ്പം നാഥാദേവാ നൽകുകയോഗ്യത നിൻ സ്തുതി പാടാം. ആമീൻ. പാർക്കുമോ പ്രകാശശ്രാവണ സ്തുതി കർത്താവിന്റെ വൃത്തിന്മാരെ സ്തുതി പാടുവിൻ. നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പീൻ. കർത്താവിനാമാതിലേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെയും കർത്താവിന്റെ നാമം വലിയതാകുന്നു. കർത്താവ് സകലജാതികൾക്കും ഉന്നതനും തന്റെ മതമാകാശഭൂമിയിലാകുന്നു. ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിന്റെ ദർശനം ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ. മക്കളുടെ സന്തോഷമുള്ള മാതാവായി ഭവനത്തിൽ വസിക്കുമാർ അർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ ശ്ലീബായാന്റെ ശേഷവനാ ജീവസുധാകരുണാ ദിവസേ നിന്മനമായി ഞങ്ങളെ നിർത്തണമേ. പാർക്കുമോ ഉയരത്തിൽ നിന്നും നിൻവാമാന്യത്തെ താഴ്ത്തി സുഖിതർത്തായി നഗരാ ദുർബലരാമാതാവിരുടെ ആദിവ്യാധികളെ തീർത്തോ താതജനെ സ്വയമുൾഭൂത സ്തുതിനാഥ തവമാനം ധന്യം. സീനായിരതിൻ സവിരേ വിറപൂണ്ടു നാദാദേവേശ ഗിരിവാതിരിധരനാം നിന്നെ കന്യകയാം മറിയാമേ നീ വേഷമിടാതവൾ ഗർഭിണിയായി വചനാതീതം പ്രസവിച്ചു. തൽസ്മൃതിയെ വിസ്തൃതമാക്കണമേ. കന്യകമറിയാമേ ശ്ലോമോ നിന്നോടു അത്യുന്നതദൂതൻ നീവേറും രാജേശ്വരനെ പ്രസവിച്ചിടും നേർച്ചവില സൃഷ്ടികൾ തൻ പ്രഭയാം രവിയെ വാഴ്വഴുമമ്മേ കന്യകയാ പ്രസവിച്ചോ നീ സൗഭാഗ്യവതി. ഉന്നത രാജ്യമതും ശാശ്വത ജീവിതവും നിർമ്മല രാജ്യം സപ്തമശിഹാഭക്തന്മാർ അർഹിക്കുന്ന മഹാഭാഗ്യം.
ഞങ്ങൾ ആശ്വാസം വശിഹായിഷ്ട അരുണിയതാ മറുദീസയിലേലും മന്നവനേ മശിഹാ സതതം തവ കരുണ വാരിലിൽ കൊണ്ടുവന്നേ ധരികാനിന്നിധി നിലയത്തേ ഏകണമേ കൃപയും വാഴ്വും നീ എൻ ഗതി തുണ ചെയ്യുക നിൻ സാക്ഷിയല ചെയ്തരാക്കരുതേ ശരണവുമെൻ ആശ്രയവും നീയേ രാജ്യത്തിൻ വാതിൽ ചെറിയതുമാർഗം വീതി കുറഞ്ഞതുമാണ് വഴിഗമനം കാക്ഷിപ്പോ അത്യത്സാഹമവശ്യം അലസകലേശം സാധിച്ച അശുഭവഴിക്കു വശം വദന സാത്വത്തെ സ്വയമേ വിപരീക്കും മശിഹായുടെ റോഷ്മാ ആമോദീസായാൽ സംഭ്രമിച്ചോരാൻ തൃപ്പാവനതനുവർഷിച്ച് പുണ്യദിനം പാനം ചെയ്തു ഊഴിയിൽ നിന്നും താൻ മൂലം പ്രാണനോടേറെ ധൂളികുടൻ അതിനേജോ വസ്ത്രം ചാർത്തിയിടും ഒറിയോരാതി മേലയിലോ മാതാറേ ഋജുമതികൾ ഇരുളിൽ ദ്യുതിയുളവായി ദ്യുതിയുദയം ചെയ്തൻ കർത്താവേ കൂരിരുൾ നീങ്ങുമ്പോൾ നിന്നെ കൂക്കുന്നു ഗഗനം തലയന്നേ ദ്രുതമുണ്ടായൊരു സോദരിമാ നീരിൻ മീതെ വാനിടമൊന്ന് അവരം നീരിൻ ആധാരം നിമിഷമുയർന്നൊരു അണവരയാ പോയാറായതുമായി മധ്യേ സ്തുത്യം സൃഷ്ടിവിധാനം നീ പാർക്കുമോ നിർമ്മലമാവുദരേ നിർമ്മലമായി വന്നു വസിച്ചൊരു നിർമ്മലനാം ആത്മജലേ പ്രേഷിപ്പിച്ചവരാ നിർമ്മലനാഥൻ സംസ്തുത്യൻ തൻ സാമ്യം നാം പോണ്ടിടുവാൻ നമ്മുടെ സാമ്യമവൻ പോണ്ടു നമ്മെ തന്നെ സുഖരാക്കി പാവനരൂഹായോടു ചേർത്താൻ പാടവരൂപം സ്വയമേറ്റാം ദൈവത്തിൻ മുൻപിൽ മറിയാം നിന്നിടും നേര് അഗ്നിജ്വാലാവൃതനാം ദൂതൻ സവിതേ ചെന്നുര ചെയ്തേവം രാജതനൂജൻ മേവുമലാ മണിമന്ദിരമേ ശ്ലോമോദേ നിന്നിലമർന്നിടം ധനവാ ശാപം ജനതേ കാറ്റിടുവാൻ നിന്നകതിത്വം പായിച്ച അറിയാമേ ദൈവ പ്രാണാത്മജനെ പെറ്റോ
പ്രഭയിൽ ചേർന്നു നടപ്പോരേ ഇരുൾ പിടികൂടാമശിഹാതൻ പ്രഭയിൽ ചേർന്നു നടന്നോരോ സ്നേഹന്മാർക്കതി സൗഭാഗ്യം കണ്ടാലും തൻ സ്മൃതിയെന്നും കൊണ്ടാടിയിടും അതിഘോഷം തൽ പ്രാർത്ഥന നമ്മൾക്കഭയം ജീവകരം മൃതികരമെന്നേവം കണ്ടിരു സരണികൾ സഹദേവാ നൂതനമാ ജീവിതമാശീപാ ദുർഗണമാനം കാംശീഷ ദുഷ്ടാത്മാവൊടുപടവിട്ടി ശ്രീയമോടേറി പറയുന്നു ആവശ്യത്താശ്രയവും വൃദ്ധന്മാർക്കരുകാമിയുമാ കർത്താവിൻ നാമം ധന്യം. ക്ഷേമമണം എഴുന്നള്ളുക സാക്ഷാ ഇടയാ പണ്ഡിതനായകനെ കീർപ്പാവോ സബദന്നാധാരം മുറ്റും പൗലോസിനു സമനേ നിവിനിമഹത്തി പ്രിയ സഹജ അപ്പോസ്തോല സമൂഹസ്ഥ ഏലിയാപോലുജ്വലനേ യോഹാനോന്മൃതപരനേ നിന്നെ വരിച്ചൊരു സബദന്യ അലിവുണ്ട് കൃപസ്തു രാജമകൾ ഹാലേലുയ്യായോ ഹാലേലൂയ നിൻ ബലമായ രാജഭാമിനിയും പ്രിയവാർത്തന പോലെ തണുത്തിടുമേ ഹല്ലേലൂയ ഹല്ലേലൂയ മണരുപവൻ ലവനോ താരകിൽ പോ മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലുയ്യായോ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ഭാരയുമോ സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ മാതാവിൻ ഉന്നതിയും മഹിമാമുടി സദതിയിൽ പാർക്കും ബ്രദറിൽ കരുണയുമുണ്ടാകാം സ്തോമൻ കാലസ്തുതിയിലായിസോ താതൻ സ്ലോകേ പ്രിയേ മൂലം മേലിൻ താതന്യ പറയാമിനു നൽക കേട്ടു ഈ കൂട്ടോൻ വായിൽ തിങ്ങും ശോഷം കൂടെ തന്നുദയം നിന്നിൽ വാഴുമോ സോമോ തന്നിവിയൻ മാർക്കും സോമോദൻ സ്നേഹൻ മാർക്കും സോമോ സോമോദാദനും കോളിറും സഹദേ മാർക്കും സോമോ തന്മക്കൾ വസിക്കും പരിശുദ്ധ സഭയ്ക്കും സോമോ മെൻപോലം വാതാവിൽ പോലും വൽവീരാവി
പരിശുദ്ധ സ്മൃതി സംബന്ധം നൽകുക നാഥ. തൽ പ്രാർത്ഥനയാൽ പുണ്യമിവർക്കും മൃതരായോർക്കും. ഭാഗ്യവതി മറിയാമേ നിഴലാൽ മോശപണിഞ്ഞ പേട്ടിയതാൽ നീ ചിത്രീകൃതയാൽ ഗൂഢാർത്ഥത്തിൽ പേട്ടിക്കുള്ളിൽ ദൈവികമായോ രേണുകൾ പോലെ ദാസ്യം നിന്നിൽ സത്യം അറിയാം ജീവനപൂർവം. മൃതരായി മോദാൻ ശാന്യമേവും നോരേ ഭാഗ്യം ആചാരം പോ അവരിൽ വൃത്തം നന്ദനഗാത്രം പാതാള പ്രാകാരം ശക്ത്യാ ൂടിപ്പോന്തൻ നാദം കേട്ടിടെതിരേറ്റിടാനവരാഞ്ഞെത്തും. ദാവീദിൻ പുത്രിയിൽ നിന്നും പോട്ടൊരു പുത്ര നിൻ കൃപപാരം വർഷിക്കണമേ ഇടവകയിൽ ശുദ്ധൻ നീ ആലോഹോ ഹാലേലൂയ. ശുദ്ധൻ നീ ുമാനേ ശുദ്ധൻ നീ പ്രതിഹീനം ക്രൂശേറ്റോനേ കൃപ ചെയ്തിടേണമേ. ശുദ്ധൻ നീ ആലോഹോ ഹാലേലൂയ. ശുദ്ധൻ നീ ബലവാനേ കുരിയേലൈസോ. ശുദ്ധൻ നീ പ്രതിഹീനം ക്രൂശേറ്റോനേ കൃപ ചെയ്തിടേണമേ. ശുദ്ധൻ നീ ആലോഹോ ഹാലേലൂയ. ശുദ്ധൻ നീ ബലവാനേ കുരിയേലൈസോ. ശുദ്ധൻ നീ പ്രതിഹീനം ക്രൂശേറ്റോനേ കൃപ ചെയ്തിടേണമേ. കർത്താവേ, കൃപ ചെയ്യണമേ. ഹാലേലൂയ. കർത്താവേ, കൃപ ചെയ്കനിവാൻ കുരിയേലൈസോ. കർത്താവേ, കർമാധനകൾ ഏറ്റിട്ടവയാ കൃപ ചെയ്തിടേണമേ. സ്തുത്യൻ നീ ആലോഹോ ഹാലേലൂയ. സ്തുത്യം നീ സൃഷ്ടാവേ കുരിയേലൈസോ. സ്തുത്യം നീ പാപികളടിയാരിൽ കൃപ ചെയ്തിടും വശിവാരാ ജാവേ വാഴ്ത്തുമോ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പരിശുദ്ധ
പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടതയുടെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പരീക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പരീക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പരീക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. വാഴ്ത്തുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പറഞ്ഞു പറയുമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തിനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവത്തെ പെറ്റൊരു മാതാവാം മറിയാമേറ്റം വാഴ്വേറ്റോ ദൈവിക കുഞ്ഞാടിലെ ആശ്ചര്യം തന്മടിയിൽ താലോലിച്ച ഘോരാഗ്നി പ്രഭയും തീഷ്ണ ജ്വാലയുമേശായി വാണീശൻ വീര്യത്താലവളെ താങ്ങി ക്രോബേദൂതരതത്തിന്നെ ഏറിയിടുന്നോനെ ഏറ്റാൾ പാറയ്ക്കുമോ അത്ഭുതമാ ഫലമേകും വൃക്ഷം കർക്കശമാം ശിലമീദേവം പാഷണ്ഡർക്കെതിരെ ദൃഷ്ടാന്തം മൂന്നെണ്ണം സഭ കാട്ടുന്നു. കുഞ്ഞാടിനെ വൃക്ഷം നൽകി തീക്കൽ പാറജലം നൽകി സ്ഥിരവത്സ്യമുനേകി കന്യാക്ഷേപകരെ മോന്നും പരിഹാസത്തോട് വീക്ഷിപ്പോ ഒറിയോറാകെ മേലൈനോ വാദാറൈ. നിൻ പ്രാർത്ഥനമേവട്ടെ ഞങ്ങളോടൊന്നീച്ചാർത്ഥന കേട്ടിടട്ടെ പുണ്യം നാഥൻ. എന്തോരത്യം ഭൗമികപുത്രി ഉണ്ടായെന്ന് ചൊല്ലിടും ഞാൻ സംഭ്രമമാർന്നീട്ടത്ഭുതപൂർവം. തൃക്കാരുണ്യം സുതനെ താഴ്ത്തി സവിധേ ചേർത്തു ദൈവസുതൻ തൻ മാതാവാകാൻ തിരുഹിതമാർന്നാൾ. സൗമ്യരിതല്ലാതെങ്ങവരും ഞാൻ
ഇതുപോലതിനാൽ സ്പഷ്ടം മാറിയാമേ പോൽ ആരും താഴ്മപ്പെട്ടിട്ടില്ല. 9 മാസം നിന്നെ ഏറ്റവും പ്രാർത്ഥനയാം ദൈവാത്മജനെ കോപത്തിൻ്റെ ഒഴിവാക്കിയിടും. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ബലവാനേ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ബലവാനേ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ മോശജമച്ചോരാം പേടകദൃഷ്ടാന്തം മറിയാമേ ശ്ലോമോ ജീവജലത്തിൻ മുൻകുറിയ രോഹാദൻ ശോഷപാസ്ലോ ഐഷായെന്താവീദുക്തം സ്ഥിരമാപുരമേ ശ്ലോമോ നിൻ ഉദരത്തിൽ ഉദയം ചെയ്തീശൻ ആരംഗമോ ശ്രീവായി നീ സാത്താനോടെ സഹദേ മാർച്ചെന്നു ഖഡ്ഗത്താൽ പ്രതിയേറ്റോരും തീയാൽ വെണ്ണീറായോരും പോരിൽ കാട്ടിയ വീര്യത്താൽ സാത്താൻ കോപകുലനായി നൽകുക തൻ പ്രാർത്ഥനയാൽ പുണ്യം. നാഥാനിന്മേയും രക്തവുമേറ്റോരാ ഹൃദയേ സിദ്ധർക്കായി പണ്ടേ സശീകൃതമാകും പന്തിക്കൻ കോടിരുത്തണമേ. നിൻ ശരണേ മരണം പൂണ്ടോ നിന്നെ ഏറ്റോരാമവരെ കേൾക്കണമേ. താവെങ്കിൽ നീയും ഒറിയോരാകെ മേലൈനുവാദാറേ. ജനനീ പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വികലർക്കും നൽകാം. മറിയാമിൻ സ്മരണം വരദായകമാകാം. തൻ പ്രാർത്ഥന ഞങ്ങൾക്കാത്മാവിനുകോട്ട. പരിശുദ്ധ സ്നേഹാദിവി സഹദേന്മാരെ യാചിപ്പിൻ കൃപയിൽ ഞങ്ങൾക്കായി നിങ്ങൾ. നിൻ ശരണേ മകരാം പാദ സഹോദരൻ ചൊരിയണമേ മോദ പരിനീ എന്നാഥ. സുസ്മൃതി ജനനിക്കും വിസ്മൃതി സിദ്ധർക്കും ജീവൻ വിഗതർക്കും ജയപോലെ സ്തോത്രം. ജനനീ പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽകാം. നിറഞ്ഞോരീശോ നിൻ വെളിവാ കാണുന്നു. വിളിവിയടിയ പ്രകിലാധാര
യാചിക്കും പ്രാപിക്കും അന്വേഷിപ്പോൾ കൈക്കൊള്ളും നിന്നെ മാമോദീസാമുഖിയുഹാനോനും ഞങ്ങൾക്ക് വേണ്ടി എന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്നിവതൻ പ്രാർത്ഥനയാൽ സ്വർഗ്ഗപിതാവിൻ ഏകസുതാ വചനപദാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജപദാ പ്രതിരഹിതാം കാരുണ്യത്താൽ വർഗത്തിനു മുഴുവൻ ജീവനതും ശുചിയൻ ദൈവമുള്ള മഹിമാവിയനും ദൈവജനത്തിൻ കന്യകയാം മറിയാമീന്നും ദേവമകൻ നീ മാനവനായി ക്രൂശിതനായ ഞങ്ങൾ കൊടയോരാ പശിക നീചപ്രതിയാനിവതൻ പ്രതിയെ മേടിച്ച് നിഹനിച്ചോനെ അപ്പരിപാവനത് ത്വയില സുവിധാവോടൊപ്പം ജീവനെഴും ഋക്കുദിശ സഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ
പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായിസോ, കുരിയേലായിസോ, കുരിയേലായിസോ. പൗലോസ്ലീഹ ധന്യൻ ചൊല്ലേട്ടെ ദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരം വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലുമാതൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളോ ആരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിൻ ഉപദേശം കൈക്കൊണ്ട് അവസാനിപ്പിപ്പോ ധന്യൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ബാറക്മോ നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. എന്നാൽ ക്രിസ്തു നിദ്രകൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടായാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തു എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോവും. സകലത്തെ അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ അത്രയെന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ ദാനം സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. വടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെയ്തുകൊടുത്തുനിന്ന് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവേ മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമാണ് നമ്മുടെ കർത്താവേ മിശിഹായുടെ പരിശുദ്ധ എവൻഗേലിയോൻ. ലോകത്തിന് ജീവനും രക്ഷയും പ്രഘോഷിക്കുന്ന ശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ രക്ഷയ്ക്കായി സ്തുതികളും നാമെല്ലാവരുടെ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. വിശുദ്ധ മറിയാമിൽ നിന്ന് ഇടംതിരിച്ച ദൈവത്തിന്റെ ദൈവവചനവും
നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുമിശിഹായുടെ മനുഷ്യാവതാരകാലത്ത് വിപ്രാരം സംഭവിച്ചു. അഗ്നി സസ്യങ്ങൾ ഏറ്റുപറയുന്നു. യേശുദമ്പുരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമാകുന്ന ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്ന പ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായവയിൽ ഉപരിയായിട്ടുള്ള പ്രവർത്തികളെ അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്ന പോലെ തന്നെ പുത്രനും തനിക്ക് ഇഷ്ടമുള്ളവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിപ്പാനായി പിതാവ് ആരെയും വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവനെ പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ടെന്നെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അന്യായവിശ്വാസത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു, അതിപ്പോൾ തന്നെയും ആകുന്നു. എന്നാൽ പിതാവിന് തന്നെ തന്നെ ജീവനുള്ള പ്രകാരം തന്നെ ജീവനുണ്ടാകുവാനായിട്ട് അവൻ വരം കൊടുത്തിരിക്കുന്നു. ന്യായവിധി കൂടി നടത്തുവാനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. ശവകലകൾ ചെയ്യുന്ന എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടി, നന്മ ചെയ്തവർ ശിക്ഷയ്ക്ക് വേണ്ടി പുനരുത്ഥാനം ചെയ്യുന്ന സമയം വരുന്നു. ഇത് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട എന്ന് ഞാൻ കൽപ്പിച്ചരുളി ചെയ്തു. അറിയിക്കുമോർ നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ഖേദം വേണ്ട മശിഹായിൽ പ്രതിപൂണ്ടോരെ, ആസന്ന പ്രതിഫലമേകും പുനരുത്ഥാനദിനം. കേടന്യേ കബറുകളിൽ നിന്നും നിങ്ങളെഴുന്നേ, രതിവേഗം രാജാത്മജനെ എതിരേ ആനന്ദം മഹിമാവിൻ നീരാളം ചാത്തി തിരുമുൻപിൽ സ്തുതി പാടും നിങ്ങൾ. കനിവാനാദം സുരജീവൻ പ്രദനേ കൃപ ചെയ്ത എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും ഇവരുടെയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല നദിയും ഇടപെടാ സഹകരിച്ചുവാൻ അടിയങ്ങൾ യോഗ്യന്മാരായി തീരണമേ. തമനാഥനായ കർത്താവേ, നിന്റെ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും നിന്റെ രക്തം ഞങ്ങൾക്ക് പാനീയമായും നൽകുകയും സ്വർഗീയരാജ്യങ്ങളെ അവകാശികളാക്കുകയും ചെയ്തല്ലോ. നിനക്ക് ദൈവികമാകുന്ന ഈ സ്തോത്രം അർപ്പിക്കപ്പെടുന്നതായ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളും ഗാനങ്ങളും അടിയങ്ങളായിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിമാരാധനയും ബഹുമാനോട് യോഗ്യമാകുന്നു. ഗുൽഗുലിയമോ സ്വതഹായ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട പെട്ടക്കാരനകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ വൃത്തികളെ ക്ഷണിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്തവനുമായ ദൈവമായ കർത്താവേ, സ്നേഹൂർവാദിന്റെ കാരണത്താൽ അസംഖ്യങ്ങളാതിന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ സകലജനങ്ങളുടെ പാപങ്ങളെയും നായിച്ചു കളയണമേ. ങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാ ഞങ്ങളെ ഓർക്കണമേ. നിന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോരുടെയും
പരിശുദ്ധ സകല വാങ്ങിപ്പോവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്നവന് നേർത്തളിക്കണമേ. കർത്താവിന്റെ നാഥന് നാമശിഖ രാജാവേ, ഞങ്ങൾക്ക് ഓർക്കും നീ വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ. ഞങ്ങളുടെ തുണയ്ക്കാഴ് തള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ നേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകലകഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങൾ നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങൾ തടുത്തു മാറ്റി കളയണമേ. സമാധാനപരന്മാരാളുകൾക്കുള്ള ഉത്തമ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും നിയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമാകുന്ന ക്രിസ്തീയന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ ദൈവമേ, തിരുമുമ്പാകെയും സ്നേഹപൂർവ്വം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ടവനാ നിന്റെ പുത്രന്റെ മുമ്പാകെയും തന്റെ അവസ്ഥ മൂലം ലോകത്തിന് പാപരിഹാരം നൽകിയ പരിശുദ്ധ റൂഹായുടെ മുമ്പാകെയും എന്റെ ദൈവത്തോട് ഘോഷിക്കുകയും വിശുദ്ധ നൃത്താമസിക്കുകയും ചെയ്യുന്നതായ പരിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവന്റെയും കുറ്റങ്ങൾ മാഞ്ഞു പോകുന്നതിനും വിശ്വാസികളാസകലമാകിപ്പോരുടെയും ശേഷാലും നമ്മൾ ആരുടെ ഓർമ്മയെ കൊണ്ടാടുന്നു കർത്തൃദാസന്റെ ആത്മാവിന് ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കുമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓശോ അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദാസൻ പ്രകാരം ദൈവത്തോട് കീർത്തിച്ചു ചൊല്ലുന്നു. കാദീസ് അബോ കാദീശ പിതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും നേതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ട ഏപ്പെട്ടക്കാരന്റെ പ്രാർത്ഥന ഏറ്റുകൊള്ളണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകവും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവമുള്ള സത്യദൈവവും ജനിച്ചു സൃഷ്ടിക്കാത്തവരും സകലവരോട് സമത്വമുള്ളവരും സകലോത്താത്മാതരമായി നിർമ്മിച്ചവരും മനുഷ്യരാലെ പ്രവേശിക്കാൻ വേണ്ടി തിരുവിസ്താരപ്രകാരം സ്വതന്ത്രങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ പറയാം എന്ന് ശരിയായിരുന്ന മനുഷ്യരായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ
ഉപദ്രവിക്കപ്പെട്ട് കഷ്ടനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരകയറി തന്റെ പിതാവിന്റെ വൃത്തമാക്കിയവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ ബോധത്തോടെയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന്റെ അവസാനമില്ലാത്തവനുമായ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിനോട് പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീയന്മാരും സാക്ഷന്യമായ ജീവശക്തിയുള്ള സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരും പരിപാലിക്കുന്ന ലോകത്തിലെയും പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സമയമിതാ മോദിക്കും നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം. ശാന്തിയും സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടവുമാകുന്നു. എന്റെ കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകണമേ. കൃപയോടെ നീ ലോകത്തെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രം സമർപ്പിക്കും. ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. മറക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹമൂലം പരിശുദ്ധവും ദിവ്യവുമായ ശുഭനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവനെ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കാരുണ്യവാനായ കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഇപ്പോൾ തിരുവമ്പാത്തനുവനിച്ചു നിൽക്കുന്ന എന്റെ ദാസനും ആരാധകരുമാതിവരെ അനുഗ്രഹപൂർണ്ണമായി നിന്റെ വലത്തുകയിൽ ആവസിപ്പിച്ച് ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓശോ നിന്റെ ഇടവയുടെ പാപങ്ങൾക്കും ദോഷങ്ങൾക്കും വേണ്ടി രക്താർപ്പിതമല്ലാത്ത കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെ നീക്കി മായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കും. ഓശോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൊടുത്ത്
ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരകളാൽ നമ്മുടെ മുമ്പാകെ വഹിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെയും ഉടവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നാഴികയിൽ നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് തമ്പുരാനിരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായി ഇരിക്കുന്നു. ഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുദ്ധവും ന്യായവുമാകുന്നു. മലാഖമാരും ഋഷിമാരും ക്രൂബന്മാരും ശ്രോബന്മാരും മോറോസന്മാരുമായി അദൃശ്യനും അസംഖ്യരുമാകുന്ന സ്വർഗീയഗണങ്ങളും കൂട്ടങ്ങളും സേനകളും അടങ്ങാത്ത വായുകളോടും അവർണ്ണീയമായ ശബ്ദങ്ങളോടും കൂടി വിജയസ്തുതികൾ പാടി പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവത്തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വധുവിനെ പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടാനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. മൂലം നമുക്ക് വേണ്ടി ശരീരം ധരിക്കുകയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനസ്സോടെ സ്വയം താഴ്ത്തപ്പെടുകയും ശരീരത്തിൽ കഷ്ടത അനുഭവിക്കുകയും ചെയ്ത് നമ്മുടെ കർത്താവ് തന്റെ കഷ്ടാനുഭവങ്ങളുടെ രാത്രിയിൽ വിശുദ്ധ തൃക്കൈയിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി പാർക്കുമോ സ്തോത്രം ചെയ്തു വാഴ്ത്തി പാർക്കുമോ ശുദ്ധീകരിച്ചതിന് പരിശുദ്ധ ശിഷ്യന്മാർക്ക് നൽകിയവരോട് കടങ്ങളുടെ മോചനത്തിനും പാപരിഹാരത്തിനും നിത്യത്തിനു വേണ്ടി നിങ്ങളെല്ലാവരും വാങ്ങിപ്പാനും ജീവിതം നടത്തി ചെയ്തു. നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം എന്റെ വരവ് എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെ നിങ്ങൾ അനുസ്മരിച്ചു കൊണ്ടുവരുന്ന ഞാൻ അവരോട് കൽപ്പിച്ചു.
രക്ഷാകരമാതിന്റെ മനുഷ്യാവതാരത്തെ മുഴുവനായും ഭയങ്കരവും മകനീയമാതിന്റെ പുനരാഗമനത്തെയും ഓർക്കുന്നു. ഇത് നിമിത്തം ഞങ്ങൾ പരിപ്രയോഗിക്കുകയും ഇറക്കുകയും ചെയ്തുകൊണ്ട് നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളിൽ കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ രൂപ സ്വർഗമാകുന്ന നേരുള്ള ഉയരങ്ങളിൽ നിന്നും പ്രതാപത്തോടു കൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുതി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. ഞങ്ങളെല്ലാവരും സമാധാനവും ഞങ്ങളെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. നിന്റെ കർത്താവേ, എന്നോട് ഉത്തരമരുളി. നല്ലവനെ അടിയന്റെ മേൽ കരുണ ചെയ്യണമേ. കുരിയനായിസോ, കുരിയനായിസോ, കുരിയനായിസോ. ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി തീർക്കുമാറാകട്ടെ. കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി തീർക്കുമാറാകട്ടെ. രക്തങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിലെ അവകാശികളായി തീരണമേ. അവിടെ പുതിയ ജീവനിൽ പരിശുദ്ധ നാടും കൂട്ടത്തിൽ ആരാധിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതി സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കും. ആയതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗം ദൈവത്തിന്റെ വിശുദ്ധങ്ങളെ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷയിലാപ്പെട്ട് നിന്നെ ആശ്രയിച്ച് രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നേരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലെ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യോയ്ക്ക് അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഖമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പീഡിതരെയും ക്ലേശിതരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രരെയും അഗതികളെയും പരദേശികളെയും നിരാശ്രയരെയും ബന്ധിതരെയും അടിമകളെയും വിധവകളെയും അനാഥരെയും നീ സംരക്ഷിച്ച് പുലർത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതി സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ആയതിപ്പോഴും എപ്പോഴും നന്നേക്കും തന്നെ. ദൈവത്തിന്റെ സഭകളെ ദേവരാകളെ സത്യവിശ്വാസം നിലർത്തിപ്പിച്ച വിശ്വാസികളും സത്യചാരണമായ സടപനാർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹവും മുഴുവൻ സുഹൃത്തുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ശാന്തവാനതകരമായ ജീവിതം തിരുമുമ്പാ നയിക്കുവാൻ ഞങ്ങൾ കൃപ നൽകണമേ.
ഞങ്ങളെ ഭരിക്കുന്നവരുടെ ദൃഷ്ടി ഞങ്ങൾക്ക് കരുണ ലഭിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജ്ഞാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും നന്നേക്കും തന്നെ. ഭൂമിയിലെ സകലാംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളോളും വിശുദ്ധിയുള്ളോളും മഹത്വമുള്ളോളും അനുഗ്രഹിക്കപ്പെട്ടോളും നിത്യ കന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ ദിവ്യന്മാരെയും പ്രസന്നക്കാരായ സ്നേഹന്മാരെയും ഏവങ്കേലേസന്മാരെയും സാധകന്മാരെയും മോദ്യാനന്മാരെയും ഭാഗ്യവാനും യജമാനും മുന്നോട്ടക്കാരനുമായ മാറിയോഹാനോൻ ബാബ്ദാനായും സിംഹാസന്മാരിൽ പ്രധാനിയും സാധകന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ സ്തെഫാനോസിനെയും സ്ലീഹന്മാരിൽ ധനവാന്മാരായ ഉന്നതപ്പെട്ടമാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ് സ്ലീഹായെയും ശേഷം സദാശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നീതിപൂർവ്വ പ്രവർത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ള പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരോട് ഒരുമിച്ചുള്ള അവകാശത്തിന് ഓഹരിക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജ്ഞാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും നന്നേക്കും തന്നെ. ശ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടും കൂടി തിരുപ്രാവശ്യം വിശ്രമിക്കുന്നവരെയും നിഖ്യയിലും ക്രിസ്തുവിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവരെയും പരിശുദ്ധങ്ങളുമായ 3 പദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും യെരൂശലേമിന്റെ 1ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലേഹായും സഹതായുമായ യാക്കോബും മുതൽ മലങ്കരയുടെ പരിശുദ്ധന്മാരായ മോർ ഗ്രിഗോറിയോസും മോർ ദിവനാസിയോസും വരെയുള്ള ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റരഹിതവുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവർക്ക് ശേഷമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധ 3 സുനദോസുകളെ സത്യവിശ്വാസമാണെന്ന പാറമേൽ ഞങ്ങളെ എല്ലാവരെയും കൃപയോടെ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജ്ഞാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതി സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും നന്നേക്കും തന്നെ. സത്യവിശ്വാസം മുൻകൂട്ടി നിദ്രവാഴ്ച വിശ്രമിച്ച നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി പരിശുദ്ധ മക്കളായി നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളെ സകല മരിച്ചുപോരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അറിവുകളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടന്നട പരിഹാരത്തിനും പാപമോചനവരെ യോഗ്യരാക്കുവാനും നമ്മെവരെയും തന്റെ സ്വർഗ്ഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയയിലായിസോൻ നട്ടോസിറ്റ് പറയണം. വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും നിന്റെ പരിശുദ്ധ റുഹായോടും കൂടെ സകലത്തിൽ വന്ന പോലെ ഈ കുർബാന വഴിയായും മഹത്വപ്പെടുകയും പൊഴുത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഓശോ തന്റെ തിരുനാമത്തെ പ്രകാരം നിർണയിക്കുകയും തലമുറ തലമുറകളായ തലമുറകൾ വരെയും ലോകാലോകം സ്തുതി ചെയ്യും.
അവിടുത്തെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. സാത്വികളെ കണ്ടേശായ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ബസ്തുതിശായി നിൻ മുൻപിൽ സ്വർഗസ്ഥനും സർവാധിപതിയും പരിശുദ്ധനും ദൈവമാകുന്ന നിന്നെ നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥതയുള്ള നാമോടും ശരീരമെടുപ്പോടും ആത്മധൈര്യത്തോടും കൂടി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പറയുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിലകൊള്ളുന്നു. പിതാവേ, നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങളെ നീ അർഹരാക്കി തീർത്തുവല്ലോ. കഠിന പരീക്ഷയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടനിൽ നിന്നും അവന്റെ സകലശത്രുക്കളിൽ നിന്നും ദുഷ്ടന്മാരുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കും. ഹോശോ ബബുകുലസ്മാഹം ലവൽമി നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഭാരതമോർ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള താണ്ട് മുമ്പാകെ നാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ജീവനും സർവാധിപതിയുമാകുന്ന രാജാവേ, നിന്റെ മേലധികാരത്തിന്റെ ചെങ്കോലും കീഴിയും സകല സൃഷ്ടികളും വണങ്ങി നിൽക്കുന്നു. ഇപ്പോൾ തിരുമുമ്പാകെ വിളിച്ചു നിൽക്കുന്ന നിന്റെ പരിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ആയതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, കരുണ തോന്നിക്കണമേ. അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും പഠിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും
പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെ പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. Washing
ഒരു സഹതി വാഴച്ചിറകുകൾ ഉന്നത പദമേറി മുറിയോറാവി മേലൈനുവാദാരേ. വിശുദ്ധന്മാരെ നിങ്ങൾ പ്രവർത്തിപ്പിൻ കർത്താവോട് വഴികളെയും കോപത്തിൽ വഴികളെയും മായിച്ചീടാം. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം തരുണ കാണണമോ ഹല്ലേലൂയ. പൂക്കുന്നതിന് വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. ശരണത്തോലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേരനിൽ ജീവാസ്വരൂപതുടർത്തണമേ. അവരെ നിത്യാനന്ദിനാൽ സ്തോത്രകാല സ്തുതിയേറായി പാർക്കുമോ. ശുഭഹോല പോലെ ബ്രോവൽ റൂഹാദീശോ. ഹൃദയ ജീവിപ്പിപ്പാനെടുവെള്ളം രാജാ. ഉയരണിൽ മേലാഘോഷിതനായി ഇടുന്നു. ദൈവാത്മാർ തൻ മുൻകൊമ്പിൽ മാനം കീർത്തിയിട്ട് അഗ്നിയണിഞ്ഞതിനെ പാനം പോയിടുന്നു. മുറിയോറാവി മേലൈനുവാദാരേ. മരമാതിനുയരെ കർത്താവേ കൊള്ളത് കിട്ടിയ നിന്റെ വാരം തത്വത്തെ കൊണ്ടാടി മരി ചോരം കൈക്കൊണ്ടിടേണം. വാസം ചെയ്യും ഞാൻ സത്യം കാക്കുന്നു. പറയണം ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവരും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി തീരുമാനിക്കുന്നവരുമായ ദൈവപുത്ര പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഉറങ്ങുമാറാകണമേ. കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നീക്കി ഞങ്ങളുടെ കർത്താവ് നിത്യതയുമേ തിരുസന്നിധിയിലുള്ള പ്രസന്നതയ്ക്കും വേണ്ടി നിന്റെ തിരുശരങ്ങൾ അനുഭവിക്കുവാൻ നോക്കി പാർക്കുന്ന നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ നീ വാഴ്ത്തണമേ. നമ്മുടെ രക്ഷകനുമാകുന്ന ദൈവത്തിന്റെ കരുണ ഈ ശുദ്ധകൾ വായിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കാനിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവം തമ്പുരാന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും നീക്കമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൽ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാവോടെ സദനേ പാർത്തും മൃതരിൽ കരുണയും ഉണ്ടാ
ഞങ്ങൾ ഭക്ഷിച്ചു എന്നുള്ള ഇവിടുത്തെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തു എന്ന പുണ്യമുണ്ടാക്കി നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കും വേണ്ടി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഭാഗ്യനാമിക്കും നിന്നെ എല്ലാ സ്തുതി പാടും. ശരണം നീയേ പ്രകൃതൻ ഉയർപ്പും നീലേ. ദൈവമേ, നിന്റെയൊക്കെ ഞാൻ നിന്റെ തിരുശരങ്ങളായ ദിവ്യനാമത്തിന് യോഗ്യരായി തിന്ന ഞങ്ങളെ നീ യോഗ്യരായി തീർത്തതിനാ നന്ദിയോട് ഞങ്ങൾ നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെയൊക്കെ ഞാനും പരിശുദ്ധ റുഹായിക്കും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. ബാരക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യേശുമിശിഹാ, നിന്റെയും നിന്റെ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുവിഷ്ടപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി ബലിയായി അർപ്പിക്കപ്പെടുകയും നിന്റെ പരിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാര പ്രമാണ രക്തം പാനീയമായും നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നിലുള്ള ഭയഭക്തി ഞങ്ങളണമേ. ഓശോ അബകുലസ്മാൽമേ ആമീൻ. പാറിക്കുമോ നരരിൽ ചേർന്നൊരു മരണകാസാപാനം ചെയ്തി ഉലകം തരണം ചെയ്തൊരു ദാസൻ വലതുവശത്തെ ചോരനു തുല്യം നിൻ സഹവാസം നേടിയിടണമേ. നിഖിലാധിപതേ വിമലകോപം ഗിലമാമി ഉലകിലമർന്നൊരു നിന്ദാസൻ തൻ ദോഷങ്ങളെ കരുണാകടലിൽ പോക്കിടേണമേ. നിത്യസമർപ്പിതമായി തുടരും നിന്നോട് ബലിയാൽ ശാശ്വതമാകും സൗഭാഗ്യത്തിൽ മോദിക്കേണമേ. നഷ്ടമതാ തന്നൊരു ജീർണശരീരം പുതുതാക്കാനായി നദലോക കേൾക്കല്ലോ ദൈവമിറങ്ങി. സ്ലോമാഹായ് ഹബീബായ്. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപരിഹാരം നൽകുന്ന ബലിപീഠത്തെ നിങ്ങൾ പ്രാപിച്ച യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന ഈ സമയം സമാധാനത്താലെ പോകുകയും വീരസന്മാരോട് സമീപസ്ഥരും ജീവനുകളോട് വാങ്ങിപ്പോവരും നമ്മുടെ കർത്താവിൻ്റെ വിജയശ്രീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസാട് റൂഷ്മയാൽ മുദ്രയിടപ്പെട്ടവരുമേ ഈ ത്രിത്വം നിങ്ങളുടെ കുറ്റങ്ങളെ ക്ഷമിക്കും, കുറവുകളെ നീക്കും, നിങ്ങളുടെ വിശ്വാസികളെ വാങ്ങിപ്പോവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും
അനുഗ്രഹിക്കുകയും ചെയ്യും. ബലഹീനം ഭാവിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സംതൃപ്തരായി സമാധാനത്താലെ പോവുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അവിടുത്തെ പ്രാർത്ഥനകളാൽ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നിനക്ക് സമാധാനം. സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഫലമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നാം ഏത് കർത്തദാസനെ സ്മരിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലിയർപ്പിച്ചുവോ ആ കർത്തദാസന് ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ തമ്പുരാൻ വാസമാക്കട്ടെ എന്ന് തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കാം. പഴയ നിയമകാലഘട്ടത്തിലെ ഒരു വലിയ മനുഷ്യനായിരുന്നു യോസേഫ്. യോസേഫ് മൃതി അടഞ്ഞപ്പോൾ തൻ്റെ തലമുറയോട് ഇപ്രകാരം പറഞ്ഞു: യഹോവ നിങ്ങളെ വീണ്ടെടുത്തുകൊണ്ട് വാഗ്ദത്ത ദേശത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ അസ്ഥികളും നിങ്ങൾ അവിടേക്ക് കൊണ്ടുപോകണം എന്ന്. അങ്ങനെ പറയുവാൻ തക്കവണ്ണമുള്ള കാരണം എന്ന് ചോദിച്ചാൽ, തൻ്റെ പിതാവിനെയും തൻ്റെ സഹോദരന്മാരും ഒക്കെ മരണമടഞ്ഞപ്പോൾ അവർ മിസ്രൈമിന് വെളിയിലായി അവർക്ക് അടക്കം ചെയ്യാൻ സാധിച്ചു. പക്ഷേ മിസ്രൈമ്യരെ സംബന്ധിച്ച് അവരുടെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ അവർക്ക് നല്ല മാർഗദർശിയായി നേതാവായിരുന്ന ഒരു മനുഷ്യനായ യോസേഫിൻ്റെ മൃതദേഹം ആ രാജ്യത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അടക്കം ചെയ്യുവാൻ അവർക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. ആ ഒരു വാശിയിൽ അവർ മിസ്രൈമിൽ തന്നെ അദ്ദേഹത്തെ അടക്കം ചെയ്തു. രണ്ടാമത് ഇസ്രായേലിലാണ് അവരുടെ സൗഭാഗ്യങ്ങൾക്കെല്ലാം കാരണം എന്നതുകൊണ്ട് മോശയുടെ കാലഘട്ടത്തിൽ 10 ബാധകളെ പറ്റിയൊക്കെ നമുക്കറിയാം. റംസേസ് രണ്ടാമൻ എന്ന ഫറവോയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം മനസ്സിലാക്കി ഇസ്രായേലിയർ എങ്ങനെയൊക്കെ ഇവിടുന്ന് പോകുവാൻ അവസരമൊരുക്കിയാലും ഈ യോസേഫിൻ്റെ അസ്ഥികൾ അവരുടെ കയ്യിൽ ലഭിച്ചില്ല എങ്കിൽ അവർ ഒരിക്കലും പോവുകയില്ല എന്ന്. അപ്രകാരം ഒരു പെട്ടകത്തിനുള്ളിൽ ആയിരുന്ന ഈ യോസേഫിൻ്റെ അസ്ഥികൾ അവിടുത്തെ നൈൽ നദിയുടെ മധ്യത്തിൽ മുക്കി വെക്കുകയാണ് മിസ്രൈമ്യർ ചെയ്തത്. ശേഷമുള്ള ചരിത്രം സാക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, മോശ പ്രാർത്ഥിച്ചുകൊണ്ട് അത് വീണ്ടെടുക്കുകയും 3 ദിവസം പ്രാർത്ഥിച്ച് അത് അന്വേഷിച്ച് നടന്ന് അത് വീണ്ടെടുത്തുകൊണ്ട് ഇസ്രായേൽ മുഴുവനായി വാഗ്ദത്ത ദേശത്തിലേക്ക് യാത്രയാവുകയും ചെയ്യുന്നത് സംബന്ധിച്ച്. പ്രിയമുള്ളവരെ ഒന്ന് ഓർത്തു നോക്കി, യോസേഫ് എന്ന് പറയുന്ന വീരപുരുഷൻ യഹോവ വാഗ്ദത്തം ചെയ്യുന്ന ദേശത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ എൻ്റെ അസ്ഥികളും കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ടെങ്കിൽ സജീവമായ ഒരു ആത്മീയ കൂട്ടായ്മ അവിടെ മുറിയാതെ കാത്തു സൂക്ഷിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള ഒരു മനുഷ്യനായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഇന്ന് നമ്മിൽ നിന്ന് വാങ്ങിപ്പോകുന്ന വിശ്വാസികളുടെ സമൂഹത്തെ സംബന്ധിച്ച്, ഏവരെ സംബന്ധിച്ചും, എൻ്റെ മുമ്പിലായിരിക്കും നിങ്ങളെല്ലാവരെയും സംബന്ധിച്ചും നമ്മെല്ലാം ഈ അണമുറിയാത്ത ആത്മീയതയുടെ കൂട്ടായ്മയിലെ അംശികളാണ്. ഈ ചങ്ങലകളുടെ അംശികളായി പൂർവ്വപിതാക്കന്മാർ മുതൽ നമ്മിലൂടെ കടന്നു പോകുമ്പോൾ അവരെ പ്രാർത്ഥനയെ തുടർന്നും ഓർക്കണമെന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ കടമയാണ്. അപ്രകാരം ആ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് നമ്മിൽ നിന്നും വാങ്ങിപ്പോയ പരേതനായ പാറക്കടവിൽ ശ്രീ പ്രിയേ എബ്രഹാമിൻ്റെ ഓർമ്മയോടനുബന്ധിച്ചാണ് ഇന്ന് ഈ വിശുദ്ധ ബലി ഇവിടെ അർപ്പിക്കപ്പെട്ടത്. ഇന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ചത് ഭവന അംഗം കൂടി ആയിരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട തോമസ് പാറക്കടവൽ അച്ഛനാണ്. ഇടവ അംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി സ്നേഹവും ഇടവകയുടെ നാമത്തിൽ, ഭവനാംഗങ്ങളുടെ നാമത്തിൽ അറിയിച്ചു കൊള്ളട്ടെ. സഹകാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിച്ചത് നമ്മുടെ ഇടവകയ്ക്ക് ഇതിനു മുൻപായി നല്ല നേതൃത്വം നൽകിയ വന്യ വൈദിക ശ്രേഷ്ഠരായ ബഹുമാനപ്പെട്ട സ്റ്റാലി ജോൺസ് അച്ഛൻ, ബഹുമാനപ്പെട്ട കുര്യാക്കോസ് വർഗീസ് അച്ഛൻ, ബഹുമാനപ്പെട്ട സാജു അച്ഛൻ, അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിൻ്റെ ഒരു സുഹൃത്തായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബബിൻ ബാബു അച്ഛൻ എന്നീ വൈദിക ശ്രേഷ്ഠരാണ്. വന്യ വൈദിക ശ്രേഷ്ഠയുള്ള നന്ദി സ്നേഹവും ഭവനാംഗങ്ങളുടെ നാമത്തിൽ അറിയിച്ചു കൊള്ളട്ടെ. ഈ വിശുദ്ധ കുർബാനയിലും മറ്റുമായി ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ കടന്നു വന്ന എല്ലാ ശുശ്രൂഷകളുള്ള നന്ദി അറിയിക്കുന്നു. ഈ കുർബാനയിൽ നല്ല ഇമ്പകരമായ ഗീതങ്ങൾ ആലപിച്ച മാനീസോ കൊയർ അതിൻ്റെ ടീമിനോടുള്ള നന്ദി സ്നേഹവും ഭവനാംഗങ്ങളുടെ നാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു. പ്രിയമുള്ളവരുടെ ഒപ്പം തന്നെ ഈ ഭവനാംഗങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഓർമ്മയിൽ, ഈ അനുസ്മരണത്തിൽ, ഈ പ്രാർത്ഥനയിൽ വന്ന് സംബന്ധിച്ച നിങ്ങളേവരോടുമുള്ള നന്ദി സ്നേഹവും ഭവനാംഗങ്ങളുടെ നാമത്തിൽ അറിയിച്ചു കൊള്ളട്ടെ. ഇനിയും ഏവർക്കും കൈമുത്തിന് ശേഷം യജമാനൻ വരുമന്നേരം തുടർന്നുള്ളോരായി തൻ മുന്തിരിത്തോപ്പിൽ പണി
ലോക